Network News is brought to you in association with Kalarikals Gold Park, manufacturers and wholesalers, Main Road, Payyannur. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ. കൃഷ്ണ ട്രേഡേഴ്സ് ലത്തീഫിയാസ് കോളേജിന് സമീപം ബൈപാസ് റോഡ് പയ്യന്നൂർ. Manohar Jewelries, Jewel House, Jewel Junction, Payyannur since 1938. കാർഷിക വികസന ബാങ്ക് പയ്യന്നൂർ ബ്രാഞ്ചുകൾ പയ്യന്നൂർ, ചെറുപുഴ, മാതമംഗലം, പെരിങ്ങോം. പവൻ ഗോൾഡൻ ഡയമണ്ട്, ഗോൾഡ്, ഡയമണ്ട്, സിൽവർ ആൻഡ് ബർത്ത് സ്റ്റോൺ. Malabar Golden Diamonds. Celebrate the beauty of life. Juju Golden Diamonds, Central Bazaar, Payyannur. നമസ്കാരം. നെറ്റ്വർക്ക് ന്യൂസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ആദ്യം കാണാം പ്രധാന വാർത്തകൾ. വേതന വർധന ഉൾപ്പെടെയുള്ള വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സംസ്ഥാനത്തെ റേഷൻ കട ജീവനക്കാർ നടത്തുന്ന അനിശ്ചിതകാല കടയടപ്പ് സമരത്തിന്റെ ഭാഗമായി പയ്യന്നൂർ താലൂക്ക് സപ്ലൈ ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടന്നു. തിങ്കളാഴ്ച വൈകുന്നേരത്തോടെ ഭക്ഷ്യമന്ത്രിയുമായി നടത്തിയ കൂടിക്കാഴ്ചയെ തുടർന്ന് റേഷൻ വ്യാപാരി സമരം പിൻവലിച്ചു. പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് 2025-26 വാർഷിക പദ്ധതി രൂപീകരണത്തിന് മുന്നോടിയായുള്ള വികസന സെമിനാർ ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്നു. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ രത്നകുമാരി ഉദ്ഘാടനം ചെയ്തു. സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ മായാത്ത ഏടുകൾ തീർത്ത പയ്യന്നൂരിലെ ശ്രീനാരായണ ആശ്രമവളപ്പിലെ ഗാന്ധി മാവ് ഇനി പെരിയ അംബേദ്കർ കോളേജിലും. ബഡ് ചെയ്ത് മുളപ്പിച്ച മാവിൻ തൈ പെരിയ അംബേദ്കർ കോളേജിൽ നട്ടുപിടിപ്പിച്ചു. വായനശാല അങ്കണത്തിൽ പാട്ടിന്റെ പാലാഴി പെയ്യിച്ച് കൊഴുമൽ പെരളം പൊതുജന വായനശാല ഗ്രന്ഥാലയം. സിനിമാ പാട്ടുകളുടെ അറിയപ്പെടാത്ത മുഹൂർത്തങ്ങളുടെ കഥാകാരൻ രവി മേനോന്റെ 10 പുസ്തകങ്ങളാണ് സംഗീതത്തിന്റെ അകമ്പടിയോടെ അവതരിപ്പിക്കപ്പെട്ടത്. വാർത്തകൾ വിശദമായി. വേതന വർധന ഉൾപ്പെടെയുള്ള വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സംസ്ഥാനത്തെ റേഷൻ കട ജീവനക്കാർ നടത്തുന്ന അനിശ്ചിതകാല കടയടപ്പ് സമരത്തിന്റെ ഭാഗമായി പയ്യന്നൂർ താലൂക്ക് സപ്ലൈ ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടന്നു. മാർച്ചിനെ അഭിസംബോധന ചെയ്ത് സംഘടനാ നേതാക്കൾ സംസാരിച്ചു. വേതന വർധനവ് ഉൾപ്പെടെയുള്ള വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സംസ്ഥാനത്തെ റേഷൻ കട ജീവനക്കാർ നടത്തുന്ന അനിശ്ചിതകാല കടയടപ്പ് സമരത്തിന്റെ ഭാഗമായി പയ്യന്നൂർ താലൂക്ക് സപ്ലൈ ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടന്നു. മാർച്ചിന് ടി വി തമ്പാൻ, പി വി ശിവൻ, എ അശോകൻ, എ വിനോദ് കുമാർ, ഇ എ ആന്റണി, സുമേഷ് ഐക്കോമത്ത് എന്നിവർ നേതൃത്വം നൽകി. പി വി ശിവൻ അധ്യക്ഷത വഹിച്ചു. ആ പുതിയ സംവിധാനത്തിലേക്ക് പോകുമ്പോൾ നമ്മുടെ കൂടെ പരിഗണിച്ചുകൊണ്ട് ഒരു പുതിയ വേതന പാക്കേജ്, ഒരു കമ്മീഷൻ പാക്കേജ് എന്ന രീതിയിലേക്ക് ഒരു വേതന പാക്കേജ് നടപ്പിലാക്കി. ആ വേതന പാക്കേജുമായി ബന്ധപ്പെട്ട് അന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ ധനകാര്യ വകുപ്പ് മന്ത്രിമാരുമൊക്കെ സംഘടനാ നേതാക്കന്മാർ ചർച്ച നടത്തുമ്പോൾ ഇതിലുണ്ടായിട്ടുള്ള ചില പോരായ്മകൾ, ഈ വേതന പാക്കേജിലുണ്ടാകുന്ന നമ്മൾ അറിയാത്ത ചില ന്യൂനതകൾ അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അന്ന് തന്നെ സംഘടനാ നേതൃത്വം മുഖ്യമന്ത്രിയുടെ അടുത്ത ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ ബഹുമാനായ മുഖ്യമന്ത്രി എന്ന് പറയുന്നത് ഇതൊരു പുതിയ രീതിയിലേക്ക് ഈ റേഷൻ മേഖല മാറുകയാണ്. നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലില്ല, പണ്ടുള്ള റേഷൻ മേഖലയിൽ നിന്നും ഒരു പുതിയ സംവിധാനത്തിലേക്ക് വരുമ്പോൾ. മാർച്ചിനെ അഭിസംബോധന ചെയ്ത് മുൻ MLA സി കൃഷ്ണൻ, ടി വി തമ്പാൻ, ഇ എ ആന്റണി, വിനോദ് കുമാർ, മാത്യു സെബാസ്റ്റ്യൻ തുടങ്ങിയവർ സംസാരിച്ചു. അശോകൻ സ്വാഗതവും സുമേഷ് ഐക്കോമത്ത് നന്ദിയും പറഞ്ഞു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് 2025-26 വാർഷിക പദ്ധതി രൂപീകരണത്തിന് മുന്നോടിയായുള്ള വികസന സെമിനാർ ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്നു. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ രത്നകുമാരി ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് 2025-26 വാർഷിക പദ്ധതി രൂപീകരണ വികസന സെമിനാർ ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ രത്നകുമാരി ഉദ്ഘാടനം ചെയ്തു. ഗ്രാമസഭയിലേക്ക് പോയി
വീണ്ടും അവിടെ നിന്ന് വന്ന നിർദ്ദേശങ്ങളും എല്ലാം ക്രോഡീകരിച്ചുകൊണ്ടാണ് ഈ അവസാന ഘട്ടത്തിലെ പദ്ധതി രൂപീകരണത്തിൻ്റെ അവസാന ഘട്ടത്തിലെത്തിയിരിക്കുന്നത്. അപ്പം പദ്ധതി രൂപീകരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ മുൻഗണന കൊടുക്കേണ്ട പദ്ധതികളെക്കുറിച്ചൊക്കെ ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്. നമുക്കറിയാം, കേരളത്തിനകത്ത് സംസ്ഥാന സർക്കാരടക്കം ഏറെ പ്രാധാന്യത്തോടു കൂടി കാണുന്ന ഒരുപാട് പദ്ധതികളുമുണ്ട്. അതിദരിദ്രരില്ലാത്ത ഒരു കേരളമായി മാറ്റിയെടുക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പ്രഖ്യാപനം നമുക്ക് നമ്മുടെ ജില്ലയിൽ, നമ്മുടെ ബ്ലോക്കിൽ ഏറ്റവും ആദ്യം തന്നെ നടത്തേണ്ടതായിട്ടുണ്ട്. നമ്മുടെ കേരളത്തിലെ മറ്റ് ജില്ലകളിൽ നിന്നും മറ്റ് ബ്ലോക്കുകളിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ആദ്യം തന്നെ അത്തരത്തിലുള്ള ഒരു അതിദരിദ്രരില്ലാത്ത ബ്ലോക്കായി നമ്മുടെ ബ്ലോക്കിനെ മാറ്റിയെടുക്കുന്നതിന് വേണ്ടി സാധിക്കണം. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PV വത്സല അധ്യക്ഷത വഹിച്ചു. സെമിനാറിൽ ബ്ലോക്ക് ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ ഡോക്ടർ രവി രാമന്തളി 2025-26 വാർഷിക പദ്ധതി രൂപീകരണ നയസമീപനം അവതരണം നടത്തി. 2024-25 വാർഷിക പദ്ധതി അവലോകനവും 2025-26 കരട് പദ്ധതി നിർദ്ദേശങ്ങളും ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ MV ദീപു അവതരിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ M രാഘവൻ, CP ഷിജു, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ, ആസൂത്രണ സമിതി ഉപാധ്യക്ഷന്മാർ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ, വിവിധ മിഷൻ പ്രതിനിധികൾ, മറ്റ് നിർവഹണ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി K മോഹനൻ സ്വാഗതവും ജനറൽ എക്സ്റ്റൻഷൻ ഓഫീസർ ജയപ്രകാശ് PK നന്ദിയും പറഞ്ഞു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ഇനി മാതമംഗലം മുച്ചിലോട്ട് പെരുങ്കളിയാട്ട വാർത്തകൾ. ഒരു നാടിന്റെ 19 വർഷത്തെ കാത്തിരിപ്പിന് വിരാമമിട്ട് മാതമംഗലം മുച്ചിലോട്ട് കാവിൽ ചൊവ്വാഴ്ച ഉച്ചയോടെ തമ്പുരാട്ടിയുടെ തിരുമുടി നിവരും. പെരുങ്കളിയാട്ടത്തിന്റെ 3ാം ദിനമായ തിങ്കളാഴ്ച ഭഗവതിയുടെ പന്തൽ മംഗലം കൂടാൻ മംഗലക്കുഞ്ഞുങ്ങൾ അരങ്ങിലെത്തി. ഭഗവതിയുടെ തോറ്റം പാട്ടിനാൽ മുഖരിതമായ സന്നിധിയിൽ ദേവിയുടെ തോറ്റത്തിനൊപ്പം മംഗലക്കുഞ്ഞുങ്ങൾ ക്ഷേത്രത്തെ വലം വച്ചു. മാതമംഗലം മുച്ചിലോട്ട് പെരുങ്കളിയാട്ടത്തിന്റെ 3ാം ദിനമായ തിങ്കളാഴ്ച വൈകുന്നേരത്തോടെ മുച്ചിലോട്ട് ഭഗവതിയുടെ ഉച്ചത്തോറ്റത്തോടൊപ്പമാണ് ഭഗവതിയുടെ പന്തൽ മംഗലത്തിന് അകമ്പടിയായി മംഗലക്കുഞ്ഞുങ്ങൾ ക്ഷേത്രമുറ്റത്തെത്തിയത്. ചെണ്ടയുടെ പതിഞ്ഞ താളത്തിൽ മുച്ചിലോട്ട് ഭഗവതിയുടെ തോറ്റംപാട്ടിനാൽ മുഖരിതമായ സന്നിധിയിൽ ദേവിയുടെ തോറ്റത്തിനൊപ്പം മംഗലക്കുഞ്ഞുങ്ങൾ ക്ഷേത്രം വരവച്ചു. കുളിച്ച് കുറിതൊട്ട് കസവെടുത്ത് ആഭരണങ്ങൾ ധരിച്ച് അണിഞ്ഞൊരുങ്ങിയാണ് വ്രതംനോറ്റ പെൺകുട്ടികൾ അരങ്ങിലെത്തിയത്. അച്ഛൻ്റെയോ അടുത്ത ബന്ധുവിൻ്റെയോ ചുമലിലേറിയാണ് കുഞ്ഞുങ്ങൾ ഉച്ചത്തോറ്റത്തിൽ പങ്കുചേർന്നത്. പുതുവസ്ത്രങ്ങളും ആഭരണങ്ങളും ധരിച്ച് അണിഞ്ഞൊരുങ്ങിയ ബാലികമാർ ക്ഷേത്രസന്നിധിയിലെത്തിയവർക്ക് കൗതുക കാഴ്ചയായി. ദേവിയുടെ പന്തൽമംഗലത്തെ അനുസ്മരിച്ച് നടക്കുന്ന ചടങ്ങ് കഴിയുന്നതോടെ കുഞ്ഞുങ്ങൾ മുച്ചിലോട്ടമ്മയുടെ ചങ്ങാതിമാരായി മാറുമെന്നാണ് വിശ്വാസം. ചൊവ്വാഴ്ച ഉച്ചയോടെ മുച്ചിലോട്ട് ഭഗവതിയുടെ അഗ്നിപ്രവേശത്തെ ഓർമ്മിപ്പിച്ച് കലശം കുളിച്ച ബാല്യക്കാരും ഭഗവതിയുടെ പ്രതിപുരുഷനും മേലേരി കയ്യേൽക്കും. തുടർന്ന് ക്ഷേത്രത്തിന്റെ തിരുമുറ്റത്തെ കൈലാസക്കല്ലിൽ ചെക്കിപ്പൂമാലകളാൽ അലങ്കൃതമായ മുച്ചിലോട്ടമ്മയുടെ തിരുമുടി ഉയരും. വിശ്വാസികളും ആചാരക്കാരും ഭഗവതിയെ അരിയെറിഞ്ഞ് വരവേൽക്കും. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. മാതമംഗലം മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിൽ പെരുങ്കളിയാട്ടത്തിനെത്തുന്ന 3 ലക്ഷത്തോളം ആളുകൾക്കാണ് അന്നദാനം നൽകുന്നത്. ജാതിമത ഭേദമില്ലാതെ ഏവരും ഒരുമയോടെ ഭക്ഷണം കഴിക്കുന്ന മനോഹര കാഴ്ചയാണ് ഇവിടുത്തെ അന്നദാന പന്തലിൽ കാണാൻ കഴിയുന്നത്. മാതമംഗലം മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിലെ അന്നദാന പന്തലിലാണ് നമ്മളുള്ളത്. ഇവിടെ എത്തുന്ന മുഴുവൻ ആളുകൾക്കും അന്നദാനം നൽകി വരികയാണ്. നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ, ഇവിടെ ഭക്ഷണം കഴിക്കുന്ന ആളുകൾ തന്നെ നമ്മോടൊപ്പം ചേരുകയാണ്. എന്താണ് പേര്? രഞ്ജിത്ത്. സ്ഥലം എവിടെയാ? ഞാൻ ബാംഗ്ലൂരാണ്, പക്ഷേ ഇപ്പം പയ്യന്നൂരാണ് എന്റെ പ്രോപ്പർ. പയ്യന്നൂരാണ് അല്ലേ? കളിയാട്ടം കാണാനായിട്ട് വന്നതാണല്ലേ? എങ്ങനെയുണ്ട് നമ്മുടെ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രം? കുഴപ്പമില്ല, അടിപൊളി. ഇന്ന് എന്തൊക്കെയായിരുന്നു കറി? ഇന്ന് സോയാബീന്റെയും മറ്റേ ആലുവിന്റെയും കറി ഉണ്ടായിരുന്നു, പുളിശ്ശേരി ഉണ്ടായിരുന്നു, പച്ചടി ഉണ്ടായിരുന്നു, അച്ചാർ ഉണ്ടായിരുന്നു. അച്ചാർ വളരെ നന്നായിരുന്നു. അച്ചാർ
വളരെ സന്തോഷത്തിലാണ് ഭക്ഷണം കഴിക്കാൻ എത്തുന്നവരും ഓരോ ഭക്തജനങ്ങളും. പ്രത്യേകിച്ച് നമ്മുടെ ഭക്ഷണവുമായി പറയുകയാണെങ്കിൽ മറ്റ് സ്ഥലങ്ങളിലെ പോലെയല്ല, ഇവിടെ ഒരുമയുടെ ഭക്ഷണമാണ്. എല്ലാവരും ജാതി മത വ്യത്യാസമില്ലാതെ എല്ലാ ആളുകളും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന മനോഹരമായ കാഴ്ചയാണ് നമുക്ക് മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിൽ കാണാൻ വേണ്ടി പോകുന്നത്. ഇതിൻ്റെ തയ്യാറെടുപ്പുകളെക്കുറിച്ചും ഭക്ഷണത്തെക്കുറിച്ചും ഒക്കെ അറിയാൻ വേണ്ടി നമ്മുടെ ക്ഷേത്രം ഭാരവാഹികൾ നമ്മോടൊപ്പം ചേരുകയാണ്. ആദ്യം നമുക്കൊന്ന് ഇവരെ പരിചയപ്പെടാം. പേരെന്താ? എൻ്റെ പേര് രാജീവൻ. രാജീവേട്ടൻ. എൻ്റെ ഒന്നിച്ച് കുറേ ആള് ഭക്ഷണം ഉണ്ടാക്കുന്നുണ്ട്. രാജീവേട്ടന്റെ നേതൃത്വത്തിലാണ് ഭക്ഷണം. ഞാനുണ്ട്, പിന്നെ മാധവൻകാരെന്ന് പ്രജീഷ്, രതീഷ്, അങ്ങനെ കുറച്ച് പേര് നമ്മൾ ഒന്നിച്ച് ഒരു ടീം വർക്കായിട്ട് തന്നെ മൊത്തം ചെയ്യുകയാണ്. നമുക്ക് മറ്റുള്ളവരെ കൂടി ഒന്ന് പരിചയപ്പെടാം. പേരെന്താ? മാധവങ്കല ശ്രീ മുച്ചിലോട്ടുപതി ക്ഷേത്ര കളിയാട്ട് മഹോത്സവത്തിന്റെ ഭക്ഷണ കമ്മിറ്റി കൺവീനറാണ് അല്ലേ? പേരെന്താണ്? കുഞ്ഞിരാമൻ അല്ലേ? പർച്ചേസിംഗ് കമ്മിറ്റി കൺവീനർ. പേരെന്താ? ജിതേഷ്. സുബിൻ. എന്തായാലും നമുക്ക് ആദ്യം നമ്മുടെ കൺവീനറോട് കൂടുതൽ കാര്യങ്ങൾ ചോദിക്കാം. എന്തൊക്കെ ഒരുക്കങ്ങളായിരുന്നു നമ്മുടെ ഭക്ഷണ കമ്മിറ്റി? മാധവങ്കലം മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിലെ 19 വർഷത്തിന് ശേഷം നടക്കുന്ന കളിയാട്ടത്തിൻ്റെ ഒരുക്കങ്ങൾ കഴിഞ്ഞ 1.5 വർഷം മുമ്പേ തന്നെ സംഘാടക സമിതി രൂപീകരിച്ച് കേരളത്തിൻ്റെ തുറമുഖ വകുപ്പ് മന്ത്രി ശ്രീ കടന്നപ്പള്ളി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തതോടുകൂടി നമ്മുടെ കളിയാട്ടത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ ആരംഭം കുറിച്ചു. അതായത് ഭക്ഷണ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് ഇവിടെയുള്ള ഒരുക്കങ്ങൾ എന്തൊക്കെയായിരുന്നു? ഭക്ഷണ കമ്മിറ്റി ഒരുക്കങ്ങൾ എന്ന് പറയുന്നത് ഇപ്പോൾ കഴിഞ്ഞ ഡിസംബർ 22-ന് നിലമ്പണിയോടുകൂടെ ഇവിടെ വരുന്ന ജനങ്ങൾക്ക് അന്നദാനം കൊടുത്തുകൊണ്ടാണ് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. അതിനുശേഷം കഴിഞ്ഞ ജനുവരി 17-ന് നടന്ന വരച്ചുവെക്കലിൽ നമ്മളിവിടെ 10,000-കണക്കിന് ആളുകളുടെ അന്നദാനം നടത്തിയിട്ടുണ്ട്. എത്ര ആളുകൾക്ക് ഇവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള ഇവിടെ ഇരിക്കാൻ ഇപ്പോൾ ഏതായാലും 2,000 പേർക്കെങ്കിലും ഇരിക്കാൻ പറ്റുന്ന ഭക്ഷണ പന്തൽ ഇവിടെ ഇതിൻ്റെ പന്തൽ കമ്മിറ്റി ഒരുക്കി വെക്കുകയും ഇപ്പോൾ 4 ദിവസം കൊണ്ട് തന്നെ ഒരു 60,000-ഓളം ആൾ, അതായത് 2 ദിവസം കൊണ്ട് തന്നെ 60,000-ഓളം ആൾ ഭക്ഷണം കഴിച്ച് പോയി കഴിഞ്ഞു. നമുക്കറിയാം ഈ ഭക്ഷണം വിളമ്പുന്നത്, ഇത്രയും ആളുകൾക്ക് ഭക്ഷണം വിളമ്പി എത്തിക്കുക എന്നത് ഒരുപാട് ആളുകളുടെ അധ്വാനമാണ്. ആരാണ് ഇതിനൊക്കെ നേതൃത്വം കൊടുക്കുന്നത്? അതിൽ ഭക്ഷണ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തന്നെ, സംഘാടക സമിതിയുടെ നേതൃത്വത്തിൽ തന്നെ വിവിധ മുച്ചിലോടുകളിലെ ഭഗവതി ക്ഷേത്രങ്ങളിലെ ബാല്യക്കാരുടെ സഹകരണത്തോടുകൂടി ഇവിടുത്തെ ബാല്യക്കാരും വിവിധ ക്ഷേത്രങ്ങളിലെ ബാല്യക്കാരുടെ നിർലോഭമായ സഹായത്തോടു കൂടിയാണ് നമ്മൾ ഈ ഭക്ഷണ വിതരണം നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് ഭക്ഷണത്തെക്കുറിച്ച് പറയാം. എന്താണ് പേര് പറഞ്ഞത്? രാജീവേട്ടൻ. രാജീവേട്ടൻ തന്നെയാണല്ലേ ഇവിടെ ഒരുവിധം എല്ലായിടത്തും മുച്ചിലോട്ട് ക്ഷേത്രങ്ങളിൽ ഭക്ഷണം ഒരുക്കുന്നത്? പിന്നെ രാമന്തളി മാധവൻകാരനൂറുണ്ട്, പിന്നെ എൻ്റെ അനിയനുണ്ട് പ്രജീഷ്. ഒന്നിച്ചാണ് കൂടുതൽ കുറേ കാലമായിട്ട് ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടി വരുന്നതാണ്. നമ്മൾ തന്നെ ടീമായിട്ട് ഒന്നിച്ച് പെരുങ്ങലാട്ടങ്ങളിൽ പോകുന്നതാണ്. നമ്മുടെ ഇവിടുത്തെ സദ്യവട്ടങ്ങളെ കുറിച്ച് പെട്ടെന്നൊന്ന് പറഞ്ഞു. ഇന്നത്തെ ദിവസം 4 കറി, എല്ലാ ദിവസവും 4 കറിയും ചോറും ഉണ്ട്. അവസാന ദിവസങ്ങളിൽ കുറച്ച് വിഭവം കൂടുതലുണ്ട്. എന്തൊക്കെയാണ് അവസാന ദിവസം? കായക്കഞ്ഞി, അച്ചാറ്, പച്ചടി, കൂട്ടുകറി, സാമ്പാർ, അവിയൽ, ഓലൻ, കാളൻ, പുളിയിഞ്ചി, 2 തരം ഉപ്പേരി, പഴം, 2 തരം പഴം, പപ്പടം. ഇത്രയും വിഭവങ്ങൾ 4 പന്തലിൽ വിളമ്പും. ഈ മറ്റുള്ള പന്തലിൽ ഉപ്പേരി 2 തരം ഉപ്പേരി, 6 തരം കറിയും വിളമ്പുന്നുണ്ട് അല്ലേ? വളരെയധികം സന്തോഷമുണ്ട്. വിഭവ സമൃദ്ധമായ ഭക്ഷണമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. കൂടാതെ കായക്കഞ്ഞി എന്ന് പറഞ്ഞു. എന്താണ് കായക്കഞ്ഞി എന്ന് നമ്മുടെ പ്രേക്ഷകർക്ക് അറിയാൻ വേണ്ടി? കായക്കഞ്ഞി പറഞ്ഞാൽ നെല്ലുകുത്തി അരി, അത് തരക്കിയിട്ട് അതിൻ്റെ പീസ് അരിയാണ്. അത് വെള്ളം, തേങ്ങ, തേൻ, നെയ്യ്, ചുക്ക്, ഏലക്കായ്, നെയ്യ് ഇതെല്ലാം ചേർത്തിട്ട് പഴം ഇതൊക്കെ ചേർത്തിട്ടുണ്ടാക്കുന്ന. നമ്മൾ ഈ പെരുങ്കളിയാട്ടത്തിന് മാത്രമാണോ ഉണ്ടാക്കുന്നത്? പെരുങ്കളിയാട്ടത്തിന് മാത്രം ഉണ്ടാക്കുന്നതാണ്. മറ്റ് അമ്പലങ്ങളിൽ ഉണ്ടാക്കുന്നുണ്ട്, പക്ഷെ അത് വേറെ സ്റ്റൈലിലാണ്. ഞങ്ങളത് ഇത് ഈ ഒരു സ്റ്റൈലിലാണ് ഉണ്ടാക്കുന്നത്. എന്തായാലും നാളത്തെ കായക്കഞ്ഞിയും അതുപോലെ തന്നെ വിഭവസമൃദ്ധമായ സദ്യയും കഴിക്കാൻ മുഴുവൻ ആളുകളെയും സംഘാടകർ ക്ഷണിക്കുകയാണ് അല്ലേ? മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിൽ നിന്ന് ക്യാമറമാൻ പ്രണവ് പെരുവാമ്പിയോടൊപ്പം നികേഷ് താവം, നെറ്റ്വർക്ക് ന്യൂസ്. മാതമംഗലം മുച്ചിലോട്ട് പെരുങ്കളിയാട്ട നഗരിയിലെത്തുന്ന ഏവരെയും ആകർഷിക്കുന്നതാണ് ഭിന്നശേഷിക്കാരിയായ PV ലതികയുടെ നേതൃത്വത്തിലുള്ള കരകൗശല ഉൽപ്പന്നങ്ങളുടെ വിൽപ്പനശാല. ഇവർ നിർമ്മിച്ച നെറ്റിപ്പട്ടം ഉൾപ്പെടെയുള്ള ഉൽപ്പന്നങ്ങൾ ഏറെ മനോഹരമാണ്. പാരാ പവർ ലിഫ്റ്റിംഗ് താരം കൂടിയാണ് PV ലതിക. മാതമംഗലം മുച്ചിലോട്ട് പെരുങ്കളിയാട്ട നഗരിയിലെ ഏവരെയും ആകർഷിക്കുന്ന ഒരു സ്റ്റാളിലാണ് ഞാനുള്ളത്. ഇവിടെ മനോഹരമായ കരകൗശല ഉൽപ്പന്നങ്ങളുണ്ട്. അതുപോലെ തന്നെ വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് ഉൽപ്പന്നങ്ങൾ ഇവിടെ വിൽപ്പനയ്ക്കായി സജ്ജീകരിച്ചിട്ടുണ്ട്. മാതമംഗലം തുമ്പത്തടത്തെ PV ലതികയുടേതാണ് ഈ സംരംഭം. ലതികയെ നമുക്കൊന്ന് പരിചയപ്പെടാം. ലതികച്ചി നമസ്കാരമുണ്ട്.
വീട് എവിടാന്ന് പറഞ്ഞത്? തുമ്പത്തടം. തുമ്പത്തടം അല്ലേ? ഇതൊക്കെ ലതികേച്ചി ഉണ്ടാക്കുന്നതാണ് അല്ലേ? എന്തൊക്കെ സാധനങ്ങളാണ് ഉണ്ടാക്കുന്നത്? ഞാൻ നെറ്റിപ്പട്ടം, മൊമെന്റോ, പിന്നെ ഡിഷ് വാഷ്, പിന്നെ ഹാർപ്പിക്ക്, പിന്നെ ഇത് ചെടിച്ചട്ടി, വ്യത്യസ്തമായ സംരംഭങ്ങൾ. ഇത് എവിടെ നിന്നാണ് ഇതിന്റെയൊക്കെ പരിശീലനം ലഭിച്ചത്? ഉണ്ണിമാഷിന്റെ ഇൻസ്പയർ എന്ന് പറയുന്ന സ്ഥാപനത്തിൽ നിന്നാണ് ഭിന്നശേഷിക്കാരായ കുറെ ആളെ അവിടെ പഠിപ്പിക്കുന്നുണ്ട്. എത്ര കാലമായി ഇത് സംരംഭം തുടങ്ങിയിട്ട്? ഇത് തുടങ്ങിയിട്ട് ഞാനൊരു 4 വർഷമായി ഇത് പഠിച്ചിട്ട്. 4 വർഷമായി അല്ലേ? ഈ ഒരു നെറ്റിപ്പട്ടം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇത് എത്ര അടിയുടെ നെറ്റിപ്പട്ട? ഇത് 1.5 അടിയുടെ നെറ്റിപ്പട്ടം. ഇത് ഉണ്ടാക്കുന്നതിന് വേണ്ടി എത്ര സമയം വേണ്ടി വരും നമുക്ക്? സമയമല്ല, 3 ദിവസം വേണം. 3 ദിവസം വേണം അല്ലേ? 3 ദിവസം കൊണ്ട്. ഇതിന് വേണ്ടുന്ന മെറ്റീരിയലൊക്കെ ഇവിടുന്ന് കളക്ട് ചെയ്യുന്നത്? തൃശ്ശൂരിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അതിനുള്ള സഹായങ്ങളൊക്കെ ആരാ ചെയ്തു തരുന്നത്? അത് ഞാൻ തന്നെയാണ് ചെയ്യുന്നത് അല്ലേ? എന്തായാലും വളരെ മനോഹരമായിട്ടുണ്ട്. പയ്യന്നൂരിൽ നിന്ന് എടുക്കുന്നത് കൊറിയർ. അവര് നമ്മള് പറഞ്ഞതൊന്നും അവർ അയച്ചു തരുന്നില്ല നമുക്ക്. അപ്പോൾ ഇപ്പോൾ പയ്യന്നൂർ പോയി നടന്ന് നമ്മൾ എടുക്കുന്നത്. പക്ഷെ അതും മേലെയാണ്, നമ്മൾ താഴെന്ന് പറഞ്ഞാൽ അവർ എടുത്തുകൊണ്ട് തരുന്നുണ്ട് നമുക്ക്. എന്തായാലും ലതികേച്ചിയുടെ അവരെക്കുറിച്ച് പറയുകയാണെങ്കിൽ അവർ ഭിന്നശേഷിക്കാരിയാണ് എങ്കിലും മടിച്ചു നിൽക്കാതെ അല്ലേ, നമ്മളൊരു സ്വയം തൊഴിൽ കണ്ടെത്തിക്കൊണ്ട് നമ്മുടെ സമൂഹത്തിൽ നമുക്ക് നമ്മുടേതായ ഒരു തൊഴിൽ മേഖല കണ്ടെത്തുകയായിരുന്നു അല്ലേ? അതുപോലെ തന്നെ ഈ നോട്ട് ബുക്കുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ എവിടെ നിന്നാണ് നിർമ്മിക്കുന്നത്? ഇൻസ്പയർ ആണ് ശരിക്കും ഒരു ഇൻസ്പയർ ആവുന്നത്. ഉണ്ണിമാഷാണ് പ്രചോദനം നൽകിയത്. എങ്ങനെ ഉണ്ടായിരുന്നു ഇവിടുത്തെ കച്ചവടങ്ങളൊക്കെ? കച്ചവടം എല്ലാവരും നോക്കി വില ചോദിച്ചിട്ട് പോവാണല്ലേ? 1-2 സാധനങ്ങളെ പോയിട്ടില്ല. വിൽപ്പന കുറവാണ് പക്ഷെ കൗതുകം കൊണ്ട് എല്ലാവരും വരുന്നുണ്ട്. എങ്ങനെയാണ് ഇതിന്റെ വിൽപ്പന സാധാരണഗതിയിൽ എങ്ങനെയാണ് നടക്കുന്നത്? സാധാരണ നമ്മൾ ഇത് ഒരാൾ ഓർഡർ ഇങ്ങനെ പറഞ്ഞിട്ട് അങ്ങനെ ചെയ്തു കൊടുക്കലാണ്. അപ്പൊ ഇങ്ങനെ ഒരു സ്റ്റാള് ഇവിടെ മുച്ചിലോട്ടിന്റെ വക ഉണ്ടല്ലോ എന്ന് വെച്ച് നമ്മൾ ഉണ്ടാക്കി വെച്ചതാണ്. അപ്പൊ ഇതിന് വില അധികം അവര് എല്ലാരും വില ചോദിച്ചിട്ട് അങ്ങനെ പോവാണ്. അപ്പോൾ ഇതിന്റെ ഈ മെറ്റീരിയൽ എന്തായാലും ആവശ്യക്കാർ വളരെ മനോഹരമായ സംഭവമാണ്. ആവശ്യക്കാർ എന്തായാലും ഇത് തേടിയെത്തും അല്ലെ? നമ്മുടെ വീട്ടിന്റെ അകത്തളങ്ങളെ മനോഹരമാക്കാൻ വേണ്ടിയിട്ട് മനോഹരമായ നെറ്റിപ്പട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇത് കൂടാതെ മറ്റെന്തൊക്കെയാണ് നിർമ്മിക്കുന്നത്? കുട ഉണ്ടാക്കാറുണ്ട്. കുട ഉണ്ടാക്കാറുണ്ട്. അത് സീസണലായിട്ടാണ് ചെയ്യുന്നത് അല്ലേ? പിന്നെ മാറ്റ് ഉണ്ടാക്കുന്നുണ്ട്, ചവിട്ടി, പിന്നെ ബാഗ്, അങ്ങനത്തെ അതായത് സർക്കാരിൽ നിന്ന് എന്തെങ്കിലും സഹായങ്ങൾ ഈ ഇത്തരം ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്തുന്നതിന് വേണ്ടിയിട്ട് ഇതുവരെ ലഭിച്ചിട്ടുണ്ടോ? ഇതുവരെ ലഭിച്ചിട്ടില്ല. ഒരുപാട് സംരംഭകർക്ക് സഹായിക്കുന്ന ഒരുപാട് പദ്ധതികൾ സർക്കാരിലുണ്ട്. അത് എനിക്ക് ഇവിടുന്ന് 50,000 രൂപ കിട്ടിയിട്ടുണ്ട്. മറ്റേ ADS കുടുംബശ്രീ ഞാൻ ഉണ്ടായതുകൊണ്ട് കുടുംബശ്രീയിലുണ്ട് ഞാൻ. അപ്പൊ ഒരു 50,000 രൂപ എനിക്ക് ലോൺ കിട്ടിയിട്ടുണ്ട്. അത് തിരിച്ചടക്കേണ്ടതാണ്. അതിനെ കൊണ്ട് ഞാൻ നെറ്റിപ്പട്ടത്തിന്റെ കുടുംബശ്രീയിൽ നിന്ന് ലോൺ എടുത്തുകൊണ്ടാണ് ഇത്തരം ഒരു സംരംഭം തുടങ്ങിയിരിക്കുന്നത്. എന്തായാലും ലതികേച്ചിയെ പോലുള്ളവരെ ചേർത്ത് പിടിക്കേണ്ടത് ഈ സമൂഹത്തിന്റെ ആവശ്യമാണ്. മനോഹരമായ കരകൗശല ഉൽപ്പന്നങ്ങളാണ് ഇവിടെ. സ്പോർട്സ് താരമാണ് അല്ലേ? ഏതിലാണ്? ഞാൻ പവർ ലിഫ്റ്റിംഗില് ഗോൾഡും സിൽവറും 2 സിൽവറും 1 ഗോൾഡും കിട്ടിയതാണ്. ഇപ്പൊ മാർച്ചിൽ എനിക്ക് മത്സരമുണ്ട്. എവിടെ വെച്ചാണ് മത്സരം? അത് പറയാനായിട്ടില്ല. അത് ഇപ്പം അടുത്ത മാസം ഇത് പറയും. മത്സരം എവിടെയാണെന്ന് അടുത്ത മാസം മാർച്ചിലാണ്. മാർച്ച് ഒരു പകുതിയോടെ ഉണ്ടാവും മത്സരം. ഒരു കായിക താരം കൂടിയാണ്. പ്രാക്ടീസും നടക്കുന്നുണ്ട് അല്ലേ? ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് ആരാ? ഉണ്ണിമാഷ് അല്ലേ? അതുപോലെ തന്നെ വീട്ടിൽ നിന്ന് ആരൊക്കെയാ സപ്പോർട്ട്? എല്ലാവരും നല്ല സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അല്ലേ? എന്തായാലും ലതികേച്ചി ഈ സ്പോർട്സ് രംഗത്തും അതുപോലെ തന്നെ ഈ കരകൗശല നിർമ്മാണ രംഗത്തൊക്കെ നല്ല രീതിയിൽ ശോഭിക്കട്ടെ എന്നാണ് പറയാനുള്ളത്. ക്യാമറമാൻ പ്രണവ് പെരുവാമ്പയോടൊപ്പം നികേഷ് താവം, നെറ്റ്വർക്ക് ന്യൂസ്. മാതമംഗലം മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രം പെരുങ്കളിയാട്ട മഹോത്സവത്തിന്റെ ഭാഗമായി സാംസ്കാരിക സമ്മേളനം സംഘടിപ്പിച്ചു. TI മധുസൂദനൻ MLA ഉദ്ഘാടനം ചെയ്തു. മാതമംഗലം മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രം പെരിങ്കളിയാട്ട മഹോത്സവത്തിന്റെ ഭാഗമായി സാംസ്കാരിക സമ്മേളനം സംഘടിപ്പിച്ചു. TI മധുസൂദനൻ MLA ഉദ്ഘാടനം ചെയ്തു. ഈ ഏത് കളിയാട്ടങ്ങൾക്കും അതിനെ അടിസ്ഥാനമായിട്ട് നിൽക്കുന്ന ദൈവസങ്കല്പങ്ങളിലുമെല്ലാം ഐതിഹ്യങ്ങളുടെ ഒരു വലിയ വർണ്ണാഭമായിട്ടുള്ള ഒരന്തരീക്ഷം അതിനോട് ചേർന്ന് നിൽക്കുന്നുണ്ട് എന്നത്
നമുക്കെല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. പഴയതിൽ നിന്ന് വ്യത്യസ്തമായി ഒരു സമുദായത്തിൻ്റേതല്ലാത്ത നിലയിൽ കളിയാട്ടങ്ങളും പെരുങ്കളിയാട്ടങ്ങളും ആഘോഷ നിർഭരമായി എല്ലാ മനുഷ്യരുടെയും എം വിജിൻ MLA അധ്യക്ഷത വഹിച്ചു. എം വി ജയരാജൻ, CK പത്മനാഭൻ, M ഷാജർ, കണ്ണൂർ സിറ്റി അഡീഷണൽ SP KV വേണുഗോപാലൻ, ബാലതാരം ശ്രീപദ്, തമ്പാൻ മാസ്റ്റർ, MK കുഞ്ഞപ്പൻ, K പത്മനാഭൻ, PC ബാലകൃഷ്ണൻ, P ദാമോദരൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. പയ്യന്നൂർ നഗരസഭയിലെ 42-ാം വാർഡിലൊരുങ്ങിയ വയോജന പാർക്കിനെ ഇരുകൈയും നീട്ടി സ്വീകരിക്കുകയാണ് കാറമേലിലെ വയോജനങ്ങൾ. കസ്തൂർബ സാംസ്കാരിക നിലയത്തിനോടും അംഗൻവാടിയോടും ചേർന്നാണ് വയോജന പാർക്ക് ഒരുക്കിയിട്ടുള്ളത്. നമ്മുടെ വീടുകളിൽ പോലും കൂടിയിരിക്കലുകളും സംസാരങ്ങളും കുറയുന്ന പുതിയ കാലഘട്ടമാണത്. അപ്പോൾ വീട്ടിൽ വയസ്സായവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പറയാൻ ഒരുപാട് അനുഭവങ്ങളുണ്ട്, കൂടുതൽ കാര്യങ്ങളുണ്ട്. അവർക്ക് ഒത്തൊരുമിച്ചിരുന്ന് സംസാരിക്കുവാനും കാര്യങ്ങൾ പറയാനുമൊക്കെ ഒരിടം, അതാണ് പയ്യന്നൂർ നഗരസഭയുടെ 42-ാം വാർഡിലെ ഒരു വയോജന പാർക്കിലൂടെ സാധ്യമായിരിക്കുന്നത്. നമസ്കാരം. ഞാൻ പറഞ്ഞത് ശരി തന്നെയല്ലേ? എല്ലാവർക്കും വളരെ കറക്റ്റാണ് പറഞ്ഞത്. കൂടിയിരിക്കാൻ പറ്റിയ ഒരു സായാഹ്നത്തിൽ കൂടിയിരിക്കാൻ പറ്റിയ ഒരു പാർക്ക് എന്ന നിലയിൽ സ്ഥാപിച്ചത് വാർഡ് കൗൺസിലറിന് മുൻകൈ എടുത്തതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതെ, അല്ലെങ്കിൽ നമ്മൾ വായനശാലകളിൽ പോയി ഇരിക്കാറുണ്ട്, അല്ലെങ്കിൽ കൽവീട്ടിലൊക്കെ ഇരിക്കാറുണ്ട് ഒരു യുവാക്കളൊക്കെ. പക്ഷെ ഇപ്പൊ അങ്ങനെയുള്ള കൂട്ടായ്മകളൊന്നും കാണാറില്ല. ഇപ്പം വയസ്സന്മാർക്ക് കണ്ടിരിക്കാം, ചെറുപ്പക്കാർ അവരെ ഫോൺ നോക്കി നടക്കുന്ന കാര്യമല്ലാണ്ട് മറ്റു വയസ്സന്മാർക്ക് ഇരിക്കാനുള്ള ഒരു സ്ഥലം കിട്ടി. അത് ഒരു നല്ല കാര്യമാണ്. ശരിക്കും നമ്മൾ ചിരിക്കേണ്ട ഒരു കാര്യമായിരുന്നില്ല. ഞാൻ പറഞ്ഞ പോലെ കൽവേട്ടിലൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ പോലും അവർ ഫോണിലാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നില്ല, സംസാരിക്കാൻ അവർക്ക് വിഷയങ്ങൾ പോലും ഇല്ല. പക്ഷെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് കാര്യങ്ങളുണ്ടോ ഇനിയും പറഞ്ഞു തീർക്കാൻ? പഴയ ഒരുപാട് കാലങ്ങൾ പരസ്പരം സംസാരിക്കാനുണ്ടാവും. അതിനുള്ളൊരു അവസരമായിട്ട് തന്നെ ഇത് വളരെ നല്ലൊരു ഉപകാരപ്രദമായിട്ടുള്ളൊരു സംവിധാനമാണ് ഈ പാർക്ക് ഉണ്ടാക്കിയത്. നമ്മുടെ പ്രത്യേകിച്ച് നമ്മുടെ വീട്ടിൽ അടുത്ത് ഇങ്ങനെയൊന്ന് കിട്ടുകയെന്ന് വെച്ചാൽ നമുക്ക് വളരെ സന്തോഷമുള്ള കാര്യമാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഓരോ വാർഡിലും വേണമെന്നുള്ള അഭിപ്രായം എനിക്ക്. എന്ന് വെച്ചാൽ ഇതിപ്പോൾ ഈ വാർഡിൽ ഉള്ളത്, ഈ വാർഡിൽ പിന്നെ 4 വാർഡിൻ്റെ ഇവിടെ വരാൻ പറ്റും. ഇങ്ങനെ അതിൻ്റെ ഒരു ജംഗ്ഷൻ സ്ഥലത്തായത്. അത് എല്ലാ വാർഡിലും ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾ ഉണ്ടായാൽ നല്ല ഗുണമായി, വലിയ കാര്യം. അപ്പോൾ അമ്മയോട് ഞാൻ ചോദിക്കുവാണെങ്കിൽ, ആണുങ്ങൾ പിന്നെ എപ്പോഴെങ്കിലും ഒക്കെ പുറത്തൊക്കെ പോയി അവർ ജോലിയൊക്കെ അടിക്കാറുണ്ട്, നമ്മളാണ് കൂടുതലും വീട്ടിലും അടുക്കളയിലൊക്കെ ആയി പോകുന്നത്. അപ്പോൾ ഇവിടെ എത്തുമ്പോൾ എന്തൊരു സന്തോഷമുള്ളത്. അതന്നെ, നല്ല സന്തോഷം തന്നെ. ഈ കാലത്ത് സ്കൂളിലൊക്കെ പോയ ആ ഒരു അനുഭവമാണോ? കുറെ കൂട്ടുകാരെ കിട്ടുന്നു, കുറെ കാര്യങ്ങൾ പറയാൻ പറ്റുന്നു. അതന്നെ, ഇരുന്ന് കുറെ കാര്യങ്ങൾ എന്തെങ്കിലും പറയാനാ. അതെ, പക്ഷെ നമുക്കൊന്നും ഇരിക്കാൻ സമയം ഉണ്ടാവില്ല, പണി തന്നെയായിരിക്കും. ഇനി അങ്ങനെ പണിയാവാൻ പാടില്ല. അതൊക്കെ മാറ്റി വെച്ച് കുറച്ച് നേരം എല്ലാവരും ഒത്തിരിക്കണം, കാര്യങ്ങൾ സംസാരിക്കണം. ഞാൻ പറഞ്ഞതുപോലെ ചിലപ്പോൾ നമുക്കൊരു പരിപാടികളൊക്കെ ഇനി വേണമെങ്കിൽ ഇവിടെ അല്ലേ, ചെറിയ പരിപാടികളൊക്കെ വെച്ചാൽ നല്ല സൗകര്യമുള്ള സ്ഥലമാണ്. അപ്പോൾ നല്ല ഒരു ഗുണമായിട്ട് മാറും. 5 മണിക്ക് ശേഷം വന്നിട്ട് ഇരുന്നിട്ട് ഉല്ലസിക്കാനുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വർത്തമാനങ്ങളും നാട്ടുകാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് ഇരിക്കാനുള്ള ഒരു സൗകര്യം ഉണ്ടായത് ഏറ്റവും നല്ലൊരു കാര്യമാണ്. പലപ്പോഴും നമ്മൾ പറയാറുണ്ട് നമ്മുടെ വീട്ടിൽ നിന്ന് പ്രായമായവരൊക്കെ മാറ്റി നിർത്തുന്നുണ്ട് എന്നൊക്കെ. അങ്ങനെയുള്ള സമയത്ത് അവരെ ചേർത്ത് പിടിക്കുന്ന, അതിനുവേണ്ടി അക്ഷീണം ഈ ഒരു പാർക്ക് ഇവിടെ വരാൻ വേണ്ടി അക്ഷീണം പ്രയത്നിച്ച നമ്മുടെ കൗൺസിലർ, വാർഡ് കൗൺസിലർ VK നിഷാദും നമുക്കൊപ്പം ചേരുന്നുണ്ട്. നമുക്ക് ചോദിച്ചു നോക്കാം, എങ്ങനെയായിരുന്നു ഇതിൻ്റെ ഒരു പ്രാരംഭ പരിപാടികളൊക്കെ? ഇത് പയ്യന്നൂർ നഗരസഭയുടെ ഒരു ചെറിയൊരു സാമ്പത്തികം വെച്ചിട്ടുള്ള പ്രൊജക്റ്റാണെങ്കിലും വിശാലമായൊരു അർത്ഥത്തിലാണ്, അതിന് വിശാലമായ ഒരു ആശയം വെച്ചിട്ടാണ് പയ്യന്നൂർ നഗരസഭ ഇങ്ങനെ ഒരു പ്രൊജക്റ്റ് വെച്ചത്. യഥാർത്ഥത്തിൽ ഈ ഒരു പ്രൊജക്റ്റ് 12 ലക്ഷത്തിനാണ് പയ്യന്നൂർ നഗരസഭയോട് നടപ്പിലാക്കിയിട്ടുള്ളത്. പക്ഷേ അതിൻ്റെ ഒരു യഥാർത്ഥ വശം പരിശോധിച്ച് നോക്കിയാൽ ഒരു ഗവൺമെൻറ് പ്രൊജക്റ്റ് അത് ഈ പറയുന്നത് പോലെ ടെൻഡർ ചെയ്യപ്പെട്ട് അതിൻ്റെ എസ്റ്റിമേറ്റും കാര്യങ്ങളിലെല്ലാം ഒരു കോൺട്രാക്റ്റുകാരൻ പൂർത്തിയാക്കുന്നതിനപ്പുറം ഒരു ജനകീയ പങ്കാളിത്തം കൂടി ഈ ഒരു നിർമ്മാണത്തിനകത്ത് ഉണ്ടായിട്ടുണ്ട്. അത് നമ്മുടെ നാട്ടിനകത്തെ ഈ പറയുന്ന ആളുകളെല്ലാവരും ഇതിൻ്റെ പങ്കാളിത്തം വഹിച്ച ആളുകൾ. അങ്ങനെ ഒരു ജനകീയ കക്ഷി രാഷ്ട്രീയത്തിനപ്പുറത്തേക്കുള്ള ഒരു ജനകീയ പങ്കാളിത്തം കൂടി ഇതിൻ്റെ നിർമ്മാണത്തിനുണ്ട്. എനിക്ക് തോന്നുന്നത് ഈ പറയുന്ന ഗവൺമെൻറ് സംവിധാനത്തിൻ്റെ കൂടെ ഒരു ജനകീയ പങ്കാളിത്തം കൂടി ഉണ്ടാകുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ഏതൊരു പ്രൊജക്റ്റിനും അതിൻ്റെ ഒരു ശരിയായ അർത്ഥത്തിലുള്ളൊരു ജീവൻ, അങ്ങനെയാണ് അത് പൂർത്തീകരിക്കപ്പെടുന്നത് എന്നാണ് ഒരനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ. വലിയൊരു സന്തോഷമാണ് എല്ലാവരുടെയും ഒരു മുഖത്തെ അവരുടെ ചിരി, അവരുടെ സംസാരവും കാണുമ്പം ഏതായാലും വലിയ സന്തോഷം ഇത് പൂർത്തീകരിക്കുമ്പം ഉണ്ട്. പയ്യന്നൂർ നഗരസഭയുടെ ഒരു വിശാലമായ കാഴ്ചപ്പാടാണ് ഇത്. നഗരസഭ എല്ലാ ഭാഗങ്ങളിലും വ്യാപിപ്പിക്കണമെന്നാണ് നഗരസഭ തന്നെ ആലോചിച്ചിട്ടുള്ളത്. അത് ഇവിടെ യാഥാർത്ഥ്യമായതിൽ വലിയ സന്തോഷം. ഏറ്റവും ഭംഗിയായി തന്നെ ഇതിനെ ഒരുക്കിയിട്ടുണ്ട്. ചിത്രം വരയ്ക്കുകയാണെങ്കിലും പൂച്ചെടികൾ നട്ടുപിടിപ്പിച്ചതാണെങ്കിലും ഒക്കെ. അപ്പോൾ ഈ ചിത്രമൊക്കെ ഇത്ര മനോഹരമായി വരച്ച് വെച്ചതൊക്കെയാണ്
ഇതിൻ്റെ ഈ യഥാർത്ഥത്തിൽ എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുന്നതല്ല ഈ ഇതിലെ കുറേ കാര്യങ്ങൾ. കാരണം എസ്റ്റിമേറ്റ് തുകക്ക് അപ്പുറത്തേക്കുള്ള പ്രവർത്തനം യഥാർത്ഥത്തിൽ ഇതിൻ്റെ കരാറുകാരനായിട്ടുള്ള കൃഷ്ണേട്ടൻ നമ്മളോട് സഹകരിച്ച് നടത്തിയിട്ടുണ്ട്. അതോടൊപ്പം നമ്മുടെ നാട്ടിനകത്തെ ഇവിടുത്തെ അനീഷ് എന്ന് പറയുന്നൊരു യഥാർത്ഥത്തിൽ പെയിൻറ്റിങ് തൊഴിലാളിയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു വലിയ സംഭാവന ഇതിനകത്തുണ്ട്. രാവും പകലും ഇരുന്നുകൊണ്ട് ഈ അംഗനവാടിയുടെ ഈ പെയിൻറ്റിങ്ങൊക്കെ ദിവസങ്ങളോളം. അതോടൊപ്പം അവരുടെ സഹായികളായി ഈ നാട്ടിൽ തന്നെയുള്ള ഒരുപാട് ചെറുപ്പക്കാരാണ് ഉണ്ടായിട്ടുള്ളത്. അതോടൊപ്പം തന്നെ നമ്മുടെ പ്രമോദേട്ടൻ, അതുപോലെ തന്നെ ടോട്ടോ സന്തോഷേട്ടനെല്ലാം കിട്ടുന്ന സമയത്ത് വന്ന് അവരൊക്കെ ഇതിൻ്റെ ഭാഗം. അങ്ങനെ ഒരു വലിയ കൂട്ടായ്മയിലാണ് യഥാർത്ഥത്തിൽ ഇത് ആകെ പൂർത്തിയാകുന്ന നിലയുണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് അനുഭവം. അതെ, ഒരു വലിയ കൂട്ടായ്മയുടെ വിജയം തന്നെയാണ് ഈ വയോജന പാർക്ക്. ഇവിടെ വന്നെത്തുന്ന ഓരോരുത്തരുടെയും മുഖത്തെ ചിരി അത് വിളിച്ചറിയിക്കുന്നുമുണ്ട്. ഇതെല്ലാം കാണാനായി നമുക്ക്. ഇപ്പോൾ ഉള്ളവർ നല്ല അഭിപ്രായത്തിൽ തന്നെ അല്ല ആക്കുന്നത്. നമ്മയെല്ലാം കഷ്ടപ്പെട്ടിട്ടാണ് പണ്ട് കഴിഞ്ഞിന്. ഇപ്പോൾ ഉള്ളവർ നല്ല അഭിപ്രായത്തിൽ തന്നെ ഇതെല്ലാം ആക്കി. ഇനി നമുക്ക് വന്നിട്ട് കഴിയുന്നത്ര ഇവിടെ വന്നിട്ട് നമ്മ ഇരിക്കും. എല്ലാ ദിവസവും എല്ലാ ദിവസവും വരും. കയ്യില്ല നടക്കാൻ, ആരെങ്കിലും കൂട്ടിയിട്ട് വരണം. ഇവിടെ വന്ന് കുറേ നേരം ഇരുന്ന് കഴിഞ്ഞാൽ ഒരു സന്തോഷമാണ്. എൻ്റെ മക്കളെല്ലാം കൂട്ടിയിട്ട് കൊണ്ടുവരും. എൻ്റെ കാറിലെല്ലാം കയറ്റിയിട്ട് കൊണ്ടുവന്നിട്ട് ഇവിടെ കൊണ്ടുവന്ന് ഇട്ടും. എന്നാലും വരും, എപ്പം വരും. ശരി, ഞാൻ എപ്പം വരും. ഏറ്റവും ഭംഗിയുള്ളൊരു വയോജന പാർക്ക് തന്നെയാണ് ഇവിടെ ഒരുങ്ങിയിട്ടുള്ളത്. അതിലും ഭംഗിയായി ചിരിക്കുന്ന അച്ഛന്മാരും അമ്മമാരുമാണ് ഇവിടെ എല്ലാ ദിവസവും എത്തിച്ചേരുന്നതും. ഇവർക്കൊപ്പം പയ്യന്നൂർ നെറ്റ്വർക്ക് ന്യൂസിനു വേണ്ടി ക്യാമറമാൻ പവിത്രൻ കണ്ടോത്തിനൊപ്പം KN വർഷ. ആക്മി സ്പോർട്സ് ക്ലബിന്റെ ആതിഥേയത്വത്തിൽ രണ്ടാഴ്ചയായി തൃക്കരിപ്പൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ മിനി സ്റ്റേഡിയത്തിൽ നടന്നുവരുന്ന അന്തർജില്ലാ സായാഹ്ന സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിൽ പയ്യന്നൂർ FC പുഞ്ചക്കാട് ജേതാക്കളായി. കലാശ പോരാട്ടത്തിൽ ഏകപക്ഷീയമായ ഒരു ഗോളിന് വലിയപറമ്പ് സെലക്ടഡ് ക്ലബിനെയാണ് പരാജയപ്പെടുത്തിയത്. സി റഷീദ്, MB മുത്തലിബ് എന്നിവരുടെ സ്മരണാർത്ഥം VPP മുഹമ്മദ് കുഞ്ഞി പട്ടലർ സ്മാരക ട്രോഫിക്കും 1 ലക്ഷം രൂപ പ്രൈസ് മണിക്കുമായി സംഘടിപ്പിച്ച ഫുട്ബോൾ ടൂർണമെന്റിന്റെ വാശിയേറിയ ഫൈനൽ മത്സരത്തിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിലാണ് FC പുഞ്ചക്കാട് കിരീടം ചൂടിയത്. ഗ്രാമീണ തലത്തിൽ കളിച്ചു വളരുന്ന ഫുട്ബോൾ താരങ്ങൾക്ക് അവസരമുണ്ടാക്കി ഉയർത്തിക്കൊണ്ടുവരിക എന്ന ലക്ഷ്യവുമായി സംഘടിപ്പിച്ച ആക്മി ഫുട്ബോൾ ടൂർണമെന്റിൽ നാട്ടുകാരായ കളിക്കാർക്കാണ് മുൻഗണന നൽകിയത്. മികച്ച കളിക്കാർക്കും ഗോൾ കീപ്പർക്കും വ്യക്തിഗത സമ്മാനങ്ങളും നൽകി. തൃക്കരിപ്പൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ മിനി സ്റ്റേഡിയത്തിൽ നടന്ന കലാശപ്പോരിന് മുൻപ് മുൻ ഇന്ത്യൻ ഇന്റർനാഷണലുകളായ M മുഹമ്മദ് റാഫിയും M സുരേഷും കളിക്കാരുമായി പരിചയപ്പെട്ടു. സമാപന ചടങ്ങിൽ സംഘാടക സമിതി ചെയർമാൻ സത്താർ വടക്കുംപാട് അധ്യക്ഷത വഹിച്ചു. ഇങ്ങനെയുള്ള മത്സരങ്ങൾ ഒരുപാട് നമ്മുടെ തൃക്കരിപ്പൂരിൽ വരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇതിന്റെ സംഘാടക സമിതിയിലെ ആക്മിയിൽ തന്നെ ഞങ്ങളൊക്കെ കളിച്ചു വരുന്ന ആക്മിയിൽ തന്നെ ഇങ്ങനെ ഒരു ടൂർണമെന്റ് ഏർപ്പെടുത്തിയതിൽ വളരെയധികം സന്തോഷം. കാരണം എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് പ്രാദേശിക ടൂർണമെന്റിലൂടെയാണ് നമ്മളൊക്കെ വളർന്നു വന്നത്. കാരണം ഞാൻ രജിസ്ട്രാർ സുഭാഷ് കാട്ടും രണ്ട് ക്ലബ്ബുകളാണ് കളിച്ചിട്ടുള്ളത്. അത് നമ്മുടെ നാട്ടിൽ ഒരുപാട് ക്ലബ്ബുകൾ ഉണ്ടായിരുന്നു പ്രാദേശികമായിട്ടുള്ള. ഇന്ന് ഞാനും കലക്ഷൻ ടൂർണമെന്റൊക്കെ കളിച്ചിട്ടുണ്ട്. എന്നാലും നമ്മളൊക്കെ വളർച്ച പ്രാദേശിക ഫുട്ബോൾ എന്നാണ്. പിന്നെ ഇവിടെ ഫൈനൽ വെച്ചപ്പോൾ തന്നെ രണ്ട് ടീമിലും ഒരുപാട് നല്ല കളിക്കാരുണ്ടായിട്ടുണ്ട്. അതിന് മനസ്സിലാക്കാൻ പറ്റും ഓരോ സ്കില്ലും എല്ലാ കഴിവുകളും. പ്രൈസ് മണിയും ട്രോഫിയും M മുഹമ്മദ് റാഫിയും M സുരേഷും ചേർന്ന് സമ്മാനിച്ചു. MT അഷറഫ്, VPP ഷഫീഖ്, ഡോക്ടർ OK ആനന്ദകൃഷ്ണൻ, E ജയചന്ദ്രൻ എന്നിവർ പ്രസംഗിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് തൃക്കരിപ്പൂർ. വായനശാല അങ്കണത്തിൽ പാട്ടിന്റെ പാലാഴി പീച്ച് കൊഴുമൽ പെരളം പൊതുജന വായനശാല ഗ്രന്ഥാലയം. സിനിമാ പാട്ടുകളുടെ അറിയപ്പെടാത്ത മുഹൂർത്തങ്ങളുടെ കഥാകാരൻ രവി മേനോന്റെ 10 പുസ്തകങ്ങളാണ് സംഗീതത്തിന്റെ അകമ്പടിയോടെ അവതരിപ്പിക്കപ്പെട്ടത്. വായനശാല അങ്കണത്തിൽ പാട്ടിന്റെ പാലാഴി തീർത്ത കൊഴുമൽ പെരളം പൊതുജന വായനശാല ഗ്രന്ഥാലയം. വായനായനം പരിപാടിയുടെ ഭാഗമായാണ് പാട്ടുകളുടെ അകമ്പടിയോടുകൂടി പുസ്തകങ്ങളുടെ അവതരണം സംഘടിപ്പിച്ചത്. സിനിമാ പാട്ടുകളുടെ അറിയപ്പെടാത്ത മുഹൂർത്തങ്ങളുടെ കഥാകാരൻ രവിമേനോന്റെ 10 പുസ്തകങ്ങളാണ് സംഗീതത്തിന്റെ അകമ്പടിയോടെ അവതരിപ്പിക്കപ്പെട്ടത്. വ്യത്യസ്തമായ രീതിയിൽ അവതരിപ്പിക്കപ്പെട്ടതുകൊണ്ട് തന്നെ കേൾവിക്കാർക്ക് വായനശാലയുടെ പരിപാടി നവ്യാനുഭവം നൽകി. പുസ്തകങ്ങളുടെ ഉള്ളടക്കം എത്ര മനോഹരമായി സഹൃദയരിലേക്ക് എത്തിക്കാം എന്ന് പരിപാടിക്ക് നേതൃത്വം നൽകിയ രാധാകൃഷ്ണൻ മാസ്റ്ററും K സന്തോഷും തെളിയിച്ചു. എങ്ങനെ നാം മറക്കും, ഹൃദയഗീതങ്ങൾ, ഇവിടെ പാട്ടിന് സുഗന്ധം തുടങ്ങിയ പുസ്തകങ്ങളാണ് അവതരിപ്പിക്കപ്പെട്ടത്. പൂവും പ്രസാദവും ഇളനീർ കുടവുമായി എന്നാരംഭിക്കുന്ന പാട്ട്. ഈ പാട്ട് എഴുതിയത് വയലാറും
ആലപിച്ചത് പി ജയചന്ദ്രനുമാണ്. പി ചന്ദ്രൻ മാസ്റ്റർ, കെ ലതിക ടീച്ചർ, കെ വി ഉഷ ടീച്ചർ, ഡോക്ടർ എസ് ശ്രീലേഖ തുടങ്ങിയവർ അവതാരകരായി. രഞ്ജിത്ത് വി വി, പി സുനന്ദ ടീച്ചർ, ശ്രുതി പി പി തുടങ്ങിയവർ ഗാനങ്ങൾ ആലപിച്ചു. റൌഫ് മാട്ടൂൽ, എം വി രാജേഷ് ആൻഡ് ടീമാണ് ഓർക്കസ്ട്ര കൈകാര്യം ചെയ്തത്. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ മായാത്ത ഏടുകൾ തീർത്ത പയ്യന്നൂരിലെ ശ്രീനാരായണ ആശ്രമ വളപ്പിലെ ഗാന്ധി മാവ് ഇനി പെരിയ അംബേദ്കർ കോളേജിലും. ബഡ് ചെയ്ത് മുളപ്പിച്ച മാവിൻ തൈ പെരിയ അംബേദ്കർ കോളേജിൽ നട്ടുപിടിപ്പിച്ചു. ഗാന്ധിജിയുടെ ഹരിജനോദ്ധാരണ പ്രവർത്തനത്തിന്റെ ഭാഗമായാണ് 1934 ജനുവരി 12 ശ്രീനാരായണ ആശ്രമം സന്ദർശിച്ചത്. അന്ന് അദ്ദേഹം നട്ട മാവാണ് പിന്നീട് ഗാന്ധി മാവ് എന്ന പേരിൽ പ്രസിദ്ധമായത്. ഗാന്ധിയൻ ദർശനങ്ങളെ സ്വജീവിതത്തിൽ പ്രായോഗികമാക്കിയ യഥാർത്ഥ അനുയായിയും ശ്രീനാരായണ ഗുരുദേവ ശിഷ്യനും സ്വാതന്ത്ര്യ സമര സേനാനിയും ഹരിജനോദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുകയും ചെയ്ത സ്വാമി ആനന്ദതീർത്ഥന്റെ അഭ്യർത്ഥന സ്വീകരിച്ചായിരുന്നു ശ്രീനാരായണ ആശ്രമത്തിൽ ഗാന്ധിജിയുടെ സന്ദർശനം. ഗാന്ധിമാവ് ബഡ് ചെയ്ത് മുളപ്പിച്ചത് ആനന്ദതീർത്ഥ ആശ്രമത്തിൽ നിന്നും സ്വാതന്ത്ര്യ സമര സേനാനിയും പത്മശ്രീ പുരസ്കാര ജേതാവുമായ അപ്പുക്കുട്ട പൊതുവാൾ അംബേദ്കർ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ജയചന്ദ്രൻ കീഴോത്തിന് നൽകി. ധാരാളം മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. എൻ്റെ അമ്മാവൻ ഉപ്പ് സത്യാഗ്രഹത്തിൽ 1930 അതിൽ ഒരു ഭടനായിരുന്നു. വൈദ്യർ ശ്രീകണ്ഠൻ പോൾ കോഴിക്കോട് നിന്ന് പയ്യന്നൂർക്ക് വരെ ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ വേദി പയ്യന്നൂരായിരുന്നു. ചടങ്ങിൽ അംബേദ്കർ ട്രസ്റ്റ് അഡ്മിനിസ്ട്രേറ്റർ ബിപുല റാണി അധ്യക്ഷത വഹിച്ചു. പയ്യന്നൂർ നഗരസഭാ കൌൺസിലർ എ രൂപേഷ്, കോളേജ് അഡ്മിനിസ്ട്രേറ്റർ കെ വി സാവിത്രി, NSS പ്രോഗ്രാം, NSS വോളണ്ടിയർമാർ, NSS പ്രോഗ്രാം ഓഫീസർ ഷിജിത് സി തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. തൃക്കരിപ്പൂർ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ ദേശീയ ടെക്നിക്കൽ ഫെസ്റ്റ് ജനുവരി 29-30 തീയതികളിൽ നടക്കും. വിവിധ എഞ്ചിനീയറിംഗ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നും 140-ൽ പരം വിദ്യാർത്ഥികൾ പരിപാടികളിൽ പങ്കെടുക്കുമെന്ന് കോളേജ് അധികൃതർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ദൈനംദിനം നേരിടുന്ന പല പ്രശ്നങ്ങളിലും പരിഹാര നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെക്കുന്നതും വിദ്യാർത്ഥികൾ രൂപകൽപ്പന നിർവഹിച്ചവയുമായ സാങ്കേതിക ഉപകരണങ്ങളും പ്രൊജക്ടുകളും ടെക്നോവ 25 ടെക്നിക്കൽ ഫെസ്റ്റിവലിൽ പരിചയപ്പെടുത്തും. കേരളത്തിലെ പോളിടെക്നിക്കുകളിലെയും ന്യൂഡൽഹിയിലെയും കർണാടകയിലെയും വിവിധ നഗരങ്ങളിൽ നിന്നുമുള്ളവർ പങ്കെടുക്കും. എക്സ്പോ, ഐഡിയാത്തോൺ, പെക്വസ്റ്റ്, ബെസ്റ്റ് മാനേജർ, ബെക്മസ്റ്റർ, ടെക്ടാക്, സർക്യൂട്ട് ക്രേസ്, മോക്ക് പ്രസ്, ക്യാപ്ചർ ദ ഫ്ലാഗ്മൻ മാസ്റ്റേഴ്സ് തുടങ്ങിയ പൊതുവിഭാഗങ്ങളിലാണ് മത്സരം. വിവിധ വകുപ്പുകളുടെ സ്റ്റാളുകൾക്ക് പുറമെ ഷീ വിമൻസ് സെൽ എന്നിവയും ഒരുക്കിയിട്ടുണ്ട്. 2 ദിവസത്തെ ടെക്നിക്കൽ ഫെസ്റ്റിവൽ ജനുവരി 29 രാവിലെ 10 മണിക്ക് എം രാജഗോപാലൻ MLA ഉദ്ഘാടനം ചെയ്യും. സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പ് റീജിയണൽ ജോയിന്റ് ഡയറക്ടർ JS സുരേഷ് കുമാർ മുഖ്യപ്രഭാഷണം നടത്തും. ജനുവരി 30 വൈകുന്നേരം നടക്കുന്ന സമാപന ചടങ്ങിൽ VK ബാവ സമ്മാനദാനം നിർവഹിക്കും. ഡോക്ടർ ഭാഗ്യശ്രീ ദേവി, U രാജേഷ്, TK വിജിത്ത്, വിനോദ്, CV ബിനീഷ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. വീടില്ലാത്തവർക്കൊരു വീട് എന്ന പദ്ധതിയിൽ ഉൾപ്പെടുത്തി പയ്യന്നൂർ ലയൺസ് ക്ലബ് കാരമേലിലെ ഒരു കുടുംബത്തിന് സൗജന്യമായി നിർമ്മിച്ചു നൽകുന്ന വീടിന്റെ ശിലാസ്ഥാപന കർമ്മം നടന്നു. ലയൺസ് ഡിസ്ട്രിക്ട് ഗവർണർ KV രാമചന്ദ്രൻ ശിലാസ്ഥാപന കർമ്മം നിർവഹിച്ചു. വീടില്ലാത്തവർക്കൊരു വീട് എന്ന പദ്ധതിയിൽ ഉൾപ്പെടുത്തി പയ്യന്നൂർ ലയൺസ് ക്ലബ്ബ് കാരമേലിലെ ഒരു കുടുംബത്തിന് സൗജന്യമായി നിർമ്മിച്ചു നൽകുന്ന വീടിന്റെ ശിലാസ്ഥാപന കർമ്മം ലയൺസ് ഡിസ്ട്രിക്ട് ഗവർണർ KV രാമചന്ദ്രൻ നിർവഹിച്ചു. വാർഡ് കൌൺസിലർ സുഭാഷ് PV മുഖ്യാതിഥിയായി. സോൺ ചെയർമാൻ ദിനേഷ് കുമാർ TCV, VC നാരായണൻ, സുധാകരൻ KV, ബാലൻ KV, സുധീർ കുമാർ, പ്രകാശ് കുമാർ AV, ദാമോദരൻ നമ്പ്യാർ, ക്ലബ്ബ് സെക്രട്ടറി മനോഹരൻ PV, ട്രഷറർ മോഹനൻ P തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പയ്യന്നൂർ കൊക്കാനിശ്ശേരി മഠത്തുംപടി സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം പ്രതിഷ്ഠാദിന മഹോത്സവം 2025 ജനുവരി 29 മുതൽ ഫെബ്രുവരി 4 വരെ വിവിധ പരിപാടികളോടെ നടക്കും. ഫെബ്രുവരി 4-നാണ് പ്രതിഷ്ഠാദിനം. പയ്യന്നൂർ കൊക്കാനിശ്ശേരി മഠത്തുംപടി സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം പ്രതിഷ്ഠാദിന മഹോത്സവം 2025 ജനുവരി 29 മുതൽ ഫെബ്രുവരി 4 വരെ വിവിധ പരിപാടികളോടെ നടക്കും. 29 വൈകിട്ട് 6:30 പുതുതായി നിർമ്മിച്ച അഗ്രശാല സമർപ്പണം ക്ഷേത്രം തന്ത്രി അമ്പിളിയില്ലത്ത് ശങ്കരവാദ്യൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കും.
6:30 മുതൽ നടക്കുന്ന സാംസ്കാരിക സമ്മേളനം പോത്താങ്കണ്ടം ആനന്ദഭവനത്തിലെ സ്വാമി കൃഷ്ണാനന്ദ ഭാരതി ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് വിവിധ ദിവസങ്ങളിൽ വ്യത്യസ്ത സാംസ്കാരിക ആധ്യാത്മിക പരിപാടികൾ നടക്കും. പ്രതിഷ്ഠാ ദിനമായ ഫെബ്രുവരി 4 ഉച്ചയ്ക്ക് 12 മണി മുതൽ 2 മണി വരെ പ്രസാദ ഊട്ടുണ്ടാകും. ഏപ്രിൽ 23 മുതൽ മെയ് 3 വരെ ക്ഷേത്രത്തിൽ അഷ്ടബന്ധ നവീകരണ കലശ മഹോത്സവം നടക്കും. ഡോക്ടർ പി പുഷ്പാങ്കദൻ, TP സുനിൽകുമാർ, AV ശശികുമാർ, കല്ലത്ത് തമ്പാൻ, ഗോപിനാഥൻ പോത്തേര, ലതാ രാജഗോപാൽ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കരിവെള്ളൂർ A1 ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ വനിതാ വായനായനം സംഘടിപ്പിച്ചു. 8 വനിതകൾ 8 പുസ്തകങ്ങൾ അവതരിപ്പിച്ച് സംസാരിച്ചു. കരിവെള്ളൂർ A1 ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ വനിതാ വായനായനം സംഘടിപ്പിച്ചു. വനിതാവേദിയുടെ ആഭിമുഖ്യത്തിൽ ലൈബ്രറി ഹാളിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. 8 വനിതകൾ 8 പുസ്തകങ്ങൾ അവതരിപ്പിച്ച് സംസാരിച്ചു. മിഖായേൽ ഷോളോഹോവിന്റെ ഒരു മനുഷ്യന്റെ വിധി മുതൽ പുതിയ തലമുറയിലെ ഹരിത സാവിത്രിയുടെ ആകാശത്തിലെ മന്ത്രവാദിനികൾ വരെയുള്ള പുസ്തകങ്ങൾ അവതരിപ്പിച്ചു. വാൾ ആഞ്ഞു വീശി വെട്ടേറ്റ ശരീരത്തിൽ നിന്ന് പെട്ടെന്ന് ശക്തി ചോർന്നു പോയത് അയാൾക്ക് അനുഭവപ്പെട്ടു. അതനുസരണയോടെ നിലത്തേക്ക് കുഴഞ്ഞു വീണു. അത്തമാൻ കുതിരപ്പുറത്തു നിന്നിറങ്ങി കൊല്ലപ്പെട്ടയാളിന്റെ ദേഹത്തു നിന്ന് ബൈനോക്കുലർ വലിച്ചൂരിയെടുത്തു. അപ്പോഴും കുറേശ്ശെ പിടഞ്ഞുകൊണ്ടിരുന്ന കാലുകളിലേക്ക് നോക്കി. ചുറ്റുമൊന്ന് കണ്ണോടിച്ച ശേഷം അത്തമാൻ തന്റെ ശത്രുവിന്റെ കാലിൽ കിടന്നിരുന്ന മേൽത്തരം തുകലുകൊണ്ടുള്ള ബൂട്ട്സ് ഊരിയെടുക്കാനായി അരികത്ത് കുത്തിയിരുന്നു. ജഡത്തിന്റെ മുട്ടിന്മേൽ കാലൂന്നി നിന്ന് അയാൾ ബൂട്ടുകളിലൊരെണ്ണം എളുപ്പത്തിൽ വലിച്ചൂരി. ജാനകി ടീച്ചർ, ശോഭ കല്ലത്ത്, സജിഷ AV, പ്രസന്നകുമാരി, ഷൈമ MK, സുധ MV, നളിനി KP, സുനിത KS തുടങ്ങിയവരാണ് പുസ്തകങ്ങൾ അവതരിപ്പിച്ച് സംസാരിച്ചത്. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. കടന്നപ്പള്ളി പാണപ്പുഴ ഗ്രാമപഞ്ചായത്ത് 2025-26 വാർഷിക പദ്ധതി രൂപീകരണത്തിന്റെ ഭാഗമായുള്ള വികസന സെമിനാറും അതിദാരിദ്ര്യമുക്ത ഗ്രാമപഞ്ചായത്ത് പ്രഖ്യാപനവും നടന്നു. കല്യാശ്ശേരി മണ്ഡലം മുൻ MLA TV രാജേഷ് ഉദ്ഘാടനം ചെയ്തു. 2025 കേരളം രാജ്യത്തെ ആദ്യ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി മാറാൻ പോവുകയാണെന്ന് ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് TV രാജേഷ് പറഞ്ഞു. ഇത് ഇന്ത്യയിൽ 10-22 പാതകൾ കേന്ദ്ര ഗവൺമെന്റ് പ്രഖ്യാപിച്ചു. അതിവേഗ പാത മുംബൈ, ഡൽഹി, ജലന്ധർ, ഡൽഹി, കലക്കത്ത, ഡൽഹി, വാരണാസി, ഡൽഹി, കേരളത്തിൽ നമ്മൾ അതിവേഗ റെയിലിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നതിലൂടെ എല്ലാം ഇതൊക്കെയാണ്. കേരളത്തിൽ നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയാണ് മുംബൈ ഏതാണ്ട് 1,06,000 കോടി രൂപ ചെലവ് വരുന്ന പാത, 450 കിലോമീറ്റർ ഉള്ള ഒരു പാത എന്നോട് കേരളത്തിൽ പറ്റില്ല. കടന്നപ്പള്ളി പാണപ്പുഴ ഗ്രാമപഞ്ചായത്തിൽ അതിദാരിദ്ര്യ നിർണയ പ്രക്രിയയിലൂടെ കണ്ടെത്തിയ മുഴുവൻ ഗുണഭോക്താക്കൾക്കും വെവ്വേറെ മൈക്രോ പ്ലാനുകൾ തയ്യാറാക്കുകയും അവരെ അതിദാരിദ്ര്യാവസ്ഥയിൽ നിന്ന് മോചിപ്പിക്കുന്നതിനുള്ള പദ്ധതികൾ കാര്യക്ഷമമായി നടപ്പിലാക്കുകയും ചെയ്താണ് അതിദാരിദ്ര്യമുക്ത ഗ്രാമപഞ്ചായത്തായി പ്രഖ്യാപിച്ചത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് T സുലജ അധ്യക്ഷത വഹിച്ചു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ VA കോമളവല്ലി റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഉൽപാദന സേവന പശ്ചാത്തല മേഖലകളിൽ സമഗ്രമായ വികസനം മുൻനിർത്തിയുള്ള പദ്ധതികൾക്കാണ് 2025-26 ഗ്രാമപഞ്ചായത്ത് രൂപം നൽകിയിരിക്കുന്നത്. സംസ്ഥാന കേന്ദ്ര സർക്കാരുകളിൽ നിന്നുള്ള ഫണ്ടുകളും ഗ്രാമപഞ്ചായത്ത് തനത് ഫണ്ടും ജില്ലാ ബ്ലോക്ക് പഞ്ചായത്ത് വിഹിതവും ഉൾപ്പെടെ 9 കോടിയിലധികം രൂപയുടെ കരട് പദ്ധതികളാണ് വികസന സെമിനാറിൽ അവതരിപ്പിച്ചത്. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് K മോഹനൻ, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ EP ബാലകൃഷ്ണൻ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഷീജ കൈപ്രത്ത്, PP ദാമോദരൻ, A രാജലക്ഷ്മി, PP പ്രകാശൻ, പഞ്ചായത്ത് സെക്രട്ടറി T ഷിബു കരുൺ, അസിസ്റ്റന്റ് സെക്രട്ടറി MV പവിത്രൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. മാലിന്യമുക്തം നവകേരളം ക്യാമ്പയിന്റെ ഭാഗമായി സ്വാമിമുക്ക് ടൗൺ ശുചീകരിച്ചു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് T ഗോപാലൻ ശുചീകരണോദ്ഘാടനം നിർവഹിച്ചു. മാലിന്യമുക്തം നവകേരളം ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായി സ്വാമിമുക്ക് ടൗണും തോടും ശുചീകരിച്ചു. സ്വാമിമുക്ക് ടൗണിൽ നടന്ന ശുചീകരണ പ്രവൃത്തി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് T ഗോപാലൻ ഉദ്ഘാടനം ചെയ്തു. സമ്പൂർണ്ണ ശുചിത്വ പ്രഖ്യാപനം എന്നുള്ള നിലയിൽ കരിവെള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്ത് അതിൻ്റെ ഒരു പ്രധാന കേന്ദ്രം എന്നുള്ള നിലയിൽ സ്വാമിമുക്കിലാണ് അത് നിശ്ചയിച്ചിട്ടുള്ളത്. ഇന്ന് രാവിലെ മുതൽ ഈ പ്രദേശവാസികൾ മുഴുവനും അതുപോലെ തന്നെ
കച്ചവട സ്ഥാപനത്തിൻ്റെ ഉടമകളുമെല്ലാം വളരെ യോജിപ്പോടുകൂടി വളരെ ആത്മാർത്ഥമായി അനുദിനം വളർന്നു വരുന്ന ഈ സ്വാമിമുക്ക് പട്ടണം വളരെ മനോഹരമായിട്ട് സൗന്ദര്യവൽക്കരിക്കണം എന്ന കാഴ്ചപ്പാടോടു കൂടിയാണ് ഈ ശുചീകരണ പ്രവർത്തനത്തിൽ ഇപ്പോൾ നൂറുകണക്കിന് ആളുകൾ ഇപ്പോൾ ഏർപ്പെട്ടുള്ളത്. കെ മധു അധ്യക്ഷത വഹിച്ചു. സോമൻ മാസ്റ്റർ, മനുരാജ്, കെ വി ബാലൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. CPIM, DYFI പ്രവർത്തകരാണ് ശുചീകരണ യജ്ഞത്തിൽ പങ്കാളികളായത്. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. പ്രധാന വാർത്തകൾ വീണ്ടും. വേതന വർധന ഉൾപ്പെടെയുള്ള വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സംസ്ഥാനത്തെ റേഷൻ കട ജീവനക്കാർ നടത്തുന്ന അനിശ്ചിതകാല കടയടപ്പ് സമരത്തിന്റെ ഭാഗമായി പയ്യന്നൂർ താലൂക്ക് സപ്ലൈ ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടന്നു. തിങ്കളാഴ്ച വൈകുന്നേരത്തോടെ ഭക്ഷ്യമന്ത്രിയുമായി നടത്തിയ കൂടിക്കാഴ്ചയെ തുടർന്ന് റേഷൻ വ്യാപാരി സമരം പിൻവലിച്ചു. പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് 2025-26 വാർഷിക പദ്ധതി രൂപീകരണത്തിന് മുന്നോടിയായുള്ള വികസന സെമിനാർ ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്നു. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KK രത്നകുമാരി ഉദ്ഘാടനം ചെയ്തു. സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ മായാത്ത ഏടുകൾ തീർത്ത പയ്യന്നൂരിലെ ശ്രീനാരായണ ആശ്രമവളപ്പിലെ ഗാന്ധി മാവ് ഇനി പെരിയ അംബേദ്കർ കോളേജിലും. ബഡ് ചെയ്ത് മുളപ്പിച്ച മാവിൻ തൈ പെരിയ അംബേദ്കർ കോളേജിൽ നട്ടുപിടിപ്പിച്ചു. വായനശാല അങ്കണത്തിൽ പാട്ടിന്റെ പാലാഴി പെയ്യിച്ച് കൊഴുമൽ പെരളം പൊതുജന വായനശാല ഗ്രന്ഥാലയം. സിനിമാ പാട്ടുകളുടെ അറിയപ്പെടാത്ത മുഹൂർത്തങ്ങളുടെ കഥാകാരൻ രവി മേനോന്റെ 10 പുസ്തകങ്ങളാണ് സംഗീതത്തിന്റെ അകമ്പടിയോടെ അവതരിപ്പിക്കപ്പെട്ടത്. വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.